അടുത്ത ചോദ്യം തന്നിരിക്കുന്നത് ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനാണ്. അതായത് 120 മീറ്റർ ലോങ് ട്രെയിന് 6 സെക്കൻഡ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇലക്ട്രിക് പോസ്റ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ദൂരം, അതായത് ട്രെയിനിൻ്റെ ദൂരം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പാസ് ചെയ്യുന്നത്. 120 മീറ്റർ ഇലക്ട്രിക് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ ദൂരം പാസ് ചെയ്യാനുള്ള ടൈമാണ് ഇവിടെ പറയുന്നത്. ട്രെയിനിൻ്റെ 120 ഡിസ്റ്റൻസ് പാസ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 6 സെക്കൻഡ്സ് ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് എത്രയായിരിക്കും, സ്പീഡ് സമം ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. 120/6 ആണ്. അത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ആൻസർ തന്നിരിക്കുന്നതിൽ km/hലാണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന ആൻസർ m/s ആയിരിക്കും. അപ്പോൾ m/s km/hലോട്ടേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ആൻസർ കിട്ടും, 72 എന്ന് ആൻസർ കിട്ടും. അതായത് 120/6 × 18/5 ഇടണം. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 72 എന്ന് ആൻസർ കിട്ടും. 72 km/h ആയിരിക്കും അതിൻ്റെ ആൻസർ.